മൂപ്പരൊരു പരാതി പറയുന്നുണ്ട് കേട്ടോ. കേരള ബിരിയാണി കഴിക്കാനായിട്ട് എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വരലുണ്ട്. നല്ല ഉഷാറ് മട്ടൻ്റെ പീസ് കേട്ടോ. ഇതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് വന്ന സാധനം. ചില സമയത്ത് നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറ്റി. ഇന്ന് രാവിലെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നട്ടോ, പക്ഷേ വൻ പരാജയം. അപ്പോൾ അവിടെ രാവിലെ ഞങ്ങളൊരു 7:30 എത്തിയിരുന്നു, ഷോപ്പ് തുറന്നിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ലഞ്ച് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരെ ഞാൻ ഒരു തമിഴ്നാട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം കേട്ടോ. അവിടുത്തെ ലഞ്ചും ബിരിയാണിയൊക്കെ മിക്സ് ആയിട്ടൊരു കോംബോ ഭയങ്കര ഫേമസ് ആണെന്നുള്ള റിവ്യൂ കാണുന്നുണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഈ കാണുന്നതാണ് ഇന്ത്യൻ ക്ലബ്ബ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു തമിഴ്നാട് റെസ്റ്റോറൻറ്റ്, അഞ്ചപ്പുറം എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് പേര് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഒരു ദിവസം ബിരിയാണി ട്രൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നൊന്ന് കഴിച്ചു നോക്കട്ടെ. അവൻ എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡിയാണ് നിൽക്കുന്നത്. ഇതാ കുറേ വെറൈറ്റി ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതലും കോംബോ ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത്. ഫിഷ്, അതുപോലെ ചിക്കൻ, മട്ടൻ, ബീഫ് ഉൾപ്പെടുന്ന കുറേ കോംബോ. അപ്പോൾ ഞാനൊരു മീൽസ് ഓർഡർ ചെയ്തിരിക്കുന്നു. അതൊരു കോംബോ മീൽസാണ്. എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഒരു മട്ടൻ്റെ സൂപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതൊരു വെൽക്കം ഡ്രിങ്കിന് പകരം കിട്ടുന്നു അല്ലേ, മട്ടൻ. അപ്പോൾ ഇത് കൂടുതലുള്ള ആളും മട്ടൻ കുടിക്കാത്തതുകൊണ്ട്, മട്ടൻ കഴിക്കാത്തതുകൊണ്ട് 2 സൂപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മട്ടൻ്റെ 2 പീസ്, മട്ടൻ്റെ ഒരു 2 പീസ് ഇട്ടിട്ടൊരു സൂപ്പ്. രസം പോലെ ഉണ്ട് കണ്ടിട്ട്. അടിപൊളി സാധനം. ഇതൊരു മുതലാട്ടോ, നല്ല സ്പൈസി. കുരുമുളകിൻ്റെ മണവും എരിവും മൂക്കിലേക്ക് അടിച്ച് കയറ്റും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സാധനം എരിവ് കയറിപ്പോയി. ഇതാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് വന്ന സാധനം കേട്ടോ. ഇതൊരു കോംബോ സെറ്റാണ്. ഇതിൻ്റെ പ്രൈസ് 2 ദിനാർ 100 ഫിൽസ്. അതായത് 2 ദിനാർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചുക്ക, തൈര്, ഇതൊരു സ്വീറ്റ്സ് കേസടി എന്ന് പറയില്ല ആ സാധനം, ചിക്കൻ്റെ കറി, ഫിഷിൻ്റെ കറി, രസം, സാമ്പാർ, 2 തരം കൂട്ട്, ഇതൊരു മട്ടൻ്റെ കറി. ഇതെല്ലാം 2 ദിനാറാട്ടോ. 2 ദിനാർ ഇത് വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്താണ്. ഇനി കഴിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി പ്ലസ് വൈറ്റ് റൈസും കിട്ടും. ഒരു ഫിഷും ഉണ്ട്. ഇത് ഫിഷ് കൊണ്ട് കിട്ടണം. എക്സ്ട്രാ വൈറ്റ് റൈസ് കേട്ടോ, പിന്നെ ചപ്പാത്തി. ഇതിപ്പോൾ ഹെവി ആയിട്ടോ. അപ്പോൾ ഇതാണ് 2 ദിനാറിനുള്ള മുതൽ. കുഴപ്പമില്ല, ക്വാണ്ടിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇനി കഴിച്ചിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. തമിഴ്നാട് ഒതൻറ്റിക് ബിരിയാണി കേട്ടോ. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും, ചെറിയൊരു പോർഷൻ. അതിൻ്റെ കൂടെ 2 ചിക്കൻ 65 പീസും, ഫ്രഷ് ആയിട്ടുള്ള സാധനം, ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ബിരിയാണി ഒരു ആവറേജ് ഉള്ളൂ കേട്ടോ. വലിയ മണം സ്പൈസി ഒന്നുമില്ല. ഒരു നോർമൽ ബിരിയാണി, പക്ഷേ ദം ബിരിയാണി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇതിൽ മീറ്റിൻ്റെ സ്മെല്ലൊന്നുമില്ല. ചിക്കൻ്റെ ചുക്കയും പിടിച്ചിട്ട് ബിരിയാണി അടിക്കാം. കാരണം ബിരിയാണിയുടെ മസാല കുറവായതുകൊണ്ട് ചിക്കൻ്റെ ചുക്കയും കൂടെ കൂട്ടിയടിക്കുമ്പോൾ സംഗതി നല്ല അടിപൊളിയായിട്ട് സെറ്റാണ്. നല്ല മജയുണ്ട് കേട്ടോ. നല്ല മസാല, സ്പൈസി. ഈ ഒരു ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഫീല് കിട്ടി. അടുത്ത് കുറച്ച് വൈറ്റ് റൈസ് പിടിക്കട്ടെ. ചപ്പാത്തി ഒഴിവാക്കി കേട്ടോ, വൈറ്റ് റൈസ്. നെക്സ്റ്റ് കുറച്ച് തൈര്, പ്യൂർ തൈര്.
മട്ടൻ്റെ ഒരു പീസ് കിട്ടും. 2 ദിനാർക്ക് വർത്താണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചു. 2 ദിനാർ എന്ന് പറയുമ്പോൾ ഒരു 400-500 രൂപ നാട്ടിൽ 500-ക്കുള്ളൊരു ഫുഡായി കാണുന്നത്. സോഫ്റ്റ് മട്ടൺ, നല്ല ഉഷാറ് മട്ടൻ്റെ പീസ് കിട്ടും. നമ്മൾ ആ സൂപ്പിൽ കിട്ടിയ സെയിം സാധനം. നമ്മൾ ചിക്കൻ ഇല്ല അന്തതിൽ ചിക്കൻ മട്ടൻ തരത്തി. ഇത് ഫിഷ് കറിയാണോ ചിക്കൻ കറിയാണോ എന്നറിയില്ല, മറന്നുപോയി. എന്തായാലും ഒഴിച്ചു നോക്കിയില്ല, അറിയാം. കൊടംപുളി ഇട്ട മീൻകറി, അതും ഓക്കെ, നന്നായിട്ടുണ്ട്. ചിക്കൻ കറി പോരാ, മീൻകറി സെറ്റ്, മട്ടൻ കറി സെറ്റ്, പിന്നെ സാമ്പാർ നമ്മൾ തൊടുന്നില്ല. കുറച്ച് രസം ഒഴിച്ച് നോക്കട്ടെ. രസം ആവറേജ്, നല്ല സെറ്റ് മീൻ കറി കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ച് മീൻ കറി വീണ്ടും ഒഴിക്കുക. ഈ കൂട്ടുകറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയുള്ളത്. മത്തനും പരിപ്പും കുറേ ഉള്ളിയൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. വൈതിരിങ്ങയും ഒരു നോർമൽ കൂട്ടുകറി. നമുക്ക് ഈ മീൻ കറിയും ഈ ചിക്കൻ്റെ 2 പീസും മതി. ഫിഷ് തൊട്ടിട്ടില്ല കേട്ടോ. അതേപോലെ ചിക്കൻ്റെ പീസ് ബാക്കി, തൈര് ബാക്കി, കറി ബാക്കി, സെറ്റ് ബാക്കി, കുറേ സാധനം ബാക്കിയുണ്ട്. ചപ്പാത്തി തിരിച്ചു കൊടുത്തു. ഈ 2 ദിനാർക്ക് നല്ല വാർത്ത, ധൈര്യമായിട്ട് വന്ന് കഴിച്ചോളി, നല്ല ഫുഡാണ്. ഞാൻ പറഞ്ഞില്ലേ, കറികൾ കുറച്ച് പോരായ്മയുണ്ട്. ചിലപ്പോൾ ദിവസങ്ങൾ ഇങ്ങോട്ട് മാറുമ്പോൾ അതൊക്കെ ബെറ്റർ ആയിരിക്കും. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മധുരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന പൊറോട്ട ഹട്ടിലേക്ക് കേട്ടോ. ഇവിടെ പൊറോട്ട മാത്രമല്ല, നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള മധുരൈ ബിരിയാണി ഇവിടെ കിട്ടുന്ന നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്ന് കയറി കഴിച്ചു നോക്കണം. ഞാനിപ്പോൾ ഉള്ളത് ഉമ്മലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കേട്ടോ. തമിഴ്നാട് ബിരിയാണി, ഗോൾഡ് കളർ കേട്ടോ. അത്യാവശ്യം റൈസ് ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്. നല്ല അടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 65 വിത്ത് റൈസ് കേട്ടോ. ഒരു എഗ് ഉണ്ട്, 65 പീസ്, കുഴപ്പമില്ല. ഇതിൻ്റെ റൈസ് നല്ല ചെറിയ റൈസ് കേട്ടോ. കോയമ്പത്തൂർ ബിരിയാണീൻ്റെ സെയിം സാധനം കഴിച്ചോട്ടെ. അല്ല മസാല കുഴപ്പമില്ല, സെറ്റ്. കാഴ്ചയിൽ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ചൂടിൻ്റെ കുറവുണ്ട്, പക്ഷെ സാധനം അടിപൊളി. തൈരും കൂട്ടി കഴിക്കുമ്പോൾ തമിഴ്നാട് മറ്റേ കല്യാണത്തിനൊക്കെ പോയിട്ട് ബിരിയാണി കഴിക്കില്ലേ, ആ ഒരു ബിരിയാണിയുടെ ഫീൽ വരുന്നുണ്ട്. எப்படி இருக்கும் ஸ்ரீலங்காவில் எப்படி ஃபுட்டா? ஸ்ரீலங்காவில் நாங்கள் பிரியாணி பண்ண மாட்டோம்ல, எல்லாம் நம்ம நெய்ச்சோறு இருக்குல்ல, நெய்ச்சோறு தான் செய்வோம் நாங்கள். ഗീ റൈസ് ஐ லைக் இட், நல்லா இருக்குது இந்த பிரியாணி, சூப்பராக இருக்குது. ശരിക്കും തമിഴ്നാട് ബിരിയാണിക്കകത്ത് പപ്പടം കൊടുക്കും കേട്ടോ. പിന്നെ ഇവിടെ മലയാളികൾ അധികം വരുന്നതുകൊണ്ടായിരിക്കാം ഒരു കേരള സ്റ്റൈൽ ആയിക്കോട്ടെ വെച്ചിട്ട് ബിരിയാണിക്ക് പപ്പടം കൊടുക്കണം. പപ്പടത്തിൻ്റെ ആവശ്യമില്ല, ഈ സലാഡും കൂട്ടിയിട്ട് അടിക്കാൻ നല്ല രസമാണ്. ചില സമയത്ത് നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടെങ്കിൽ ആ ഫുഡിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാൻ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വാങ്ങിച്ച ഫുഡ് മുഴുവൻ കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു വിഷയത്തിൽ ഈ റെസ്റ്റോറൻറ്റിലെ മുഴുവൻ ഫുഡ് ഞാൻ കഴിക്കട്ടോ. മുഴുവൻ ഫുഡും തീർത്തിട്ടേ ഇവിടെ നടിക്കുന്നത്. നല്ല ഫുഡ് അതുകൊണ്ടാണ്. മൂപ്പരൊരു പരാതി പറയുന്നുണ്ട് കേട്ടോ. കേരള ബിരിയാണി കഴിക്കാനായിട്ട് എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വരലുണ്ട്. അപ്പോൾ ബിരിയാണിയിലൊന്നും എഗ്ഗ് വെക്കില്ല, പക്ഷേ തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ബിരിയാണിക്കും എഗ്ഗ് ഉണ്ടെന്നുള്ളൊരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും
കേരള റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകൾ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായി നിങ്ങളൊരു എഗ്ഗ് വെക്കണം കേട്ടോ. സംഭവം സത്യമല്ലേ. പുള്ളിയുടെ മലയാളം അടിപൊളിയാണ്. ശരിക്കും റിയൽ ദം ബിരിയാണി വരുന്നത് തമിഴ്നാട് ബിരിയാണി കേട്ടോ, കേരള ബിരിയാണിയല്ല. കേരള ബിരിയാണി ആദ്യം ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അതിൽ മസാല സെറ്റ് ചെയ്യല്ലേ. പക്ഷേ ഈ തമിഴ്നാട് ബിരിയാണി അങ്ങനെയല്ല. ആദ്യം മസാല സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് അതിൽ ഇറച്ചി ഫില്ല് ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം തീയിട്ട് ദമ്മിട്ട് വരുമ്പോൾ നല്ല റിയൽ ആയിട്ടുള്ള ദം ബിരിയാണി കിട്ടും. ഈ ബിരിയാണി കണ്ടില്ല, തക്കാളിയൊക്കെ ഇട്ട് നല്ല മസാല ഇങ്ങനെ അരിച്ച് പിടിച്ച് വലിയ വലിയ പച്ചമുളക് ഉള്ളിയൊക്കെ നല്ല അരിഞ്ഞ് ചേർന്നിക്കണം. അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാനും നല്ല ടേസ്റ്റ്. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മണിക്കൂർ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ പിരാന്താവും. ആ കഴിച്ച ബിരിയാണി ഇങ്ങനെ മേപ്പോട്ട് വരും. എനിക്ക് തോന്നുന്നു ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം അതിൽ മസാല കുറവാണ്, പക്ഷേ മസാല ഉള്ളതും പോലെയുണ്ട്. ഒരു വലിയ കുത്തലില്ല അല്ലേ.